ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇഫ് ആണ്. സോ നമുക്ക് ഫസ്റ്റ്, അതായത് സാധാരണ ഒരു ഡിസിഷൻ എടുക്കാം. അത് ഒന്നുമില്ല. ഇപ്പം ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇൻ കേസ് ഇത് ട്രൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ ട്രൂ ആണെങ്കിൽ എനിക്ക് ഹലോ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യിക്കണം. ഓക്കെ ഓക്കെ ഇത് ഫോൾസ് ആണെങ്കിൽ എനിക്ക് ഹായ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെ ഹായും ഹലോയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വന്നിട്ട് അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അത് നമുക്ക് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു. ഇനിയിപ്പോൾ ഞാനിവിടെ ട്രൂ എന്നുള്ളത് ഫോൾസ് ആക്കാൻ പോവാം. ഇപ്പോൾ ട്രൂ ആയ കാരണം ഈ ബോഡി പ്രിന്റ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഫോൾസ് ആക്കി കൊടുക്കാൻ പോവാം. ഓക്കെ, ഇപ്പോൾ ഫാൾസ് ആക്കി കൊടുത്തു നോക്കി, കണ്ടില്ലേ, ഒന്നും ഉണ്ടായില്ല. അതായത് ഇതിനുള്ളിൽ ട്രൂ ആണെങ്കിൽ ഈ ബോഡി എക്സിക്യൂട്ട്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല ഇത് എന്താണ് ഈ പോർഷൻ എന്നുള്ളത്. സോ ഇതെന്താ പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ എന്ത് പ്രോഗ്രാം ഇത് ട്രൂ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ ബോഡിക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് നമുക്കിപ്പോൾ ബോഡി ഇല്ലാത്ത രീതിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഹായ് നോട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ഫാൾസ് ആയ കാരണം നമുക്ക് ട്രൂ ആക്കി നോക്കാം. സോ ട്രൂ ആക്കി പോകണ്ട, ഇത് റണ്ണായി. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഒറ്റ ഔട്ട്പുട്ടുള്ളൂ. അതായത് ഇപ്പോൾ ട്രൂവിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വാല്യൂ ട്രൂ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ലൈനാണ് എക്സിക്യൂട്ട് ആവുള്ളൂ. സോ ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയപ്പോൾ ഇത് വർക്ക് ചെയ്ത്. നേരെ മറിച്ച് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഹായും ഹലോയും ഒരുമിച്ച് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ഹായും ഹലോയും ഒരുമിച്ച് പ്രിന്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒറ്റ ഒരെണ്ണം എക്സിക്യൂട്ട് ആവുള്ളൂ. ആ ഹായ് മാത്രം നമുക്ക് എക്സിക്യൂട്ട് ആവുള്ളൂ ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഫാൾസ് ആക്കിയത് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ കണ്ടില്ലേ, ഫോൾസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ആവില്ല. നേരെ മറിച്ച് ട്രൂ ആക്കി കഴിഞ്ഞാൽ മാത്രമേ പ്രിന്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബോഡി പാസ് ചെയ്യണം. സോ ഇത് ഈ ബോഡിയുടെ ഉള്ളിൽ നമ്മളിപ്പോൾ കൊടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ട്രൂ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയിലുള്ള രണ്ടും എക്സിക്യൂട്ട് ആയി കിട്ടും. സോ ഇതാണ് എന്ത് ഇഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ രണ്ട് രീതിക്ക് ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പഠിച്ചു. സോ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഉള്ളത്, ഒരെണ്ണം സിംഗിൾ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം. സോ ഇതാണ്. ഇപ്പൊ നമുക്കിത് ഒരു എന്താ പറയാ, ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കവർ ചെയ്ത് പോവാം. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു യൂസറിനോട് ചോദിക്കുകയാണ് എന്താണ് ഏജ്. അപ്പോൾ ഈ ഇൻറ്റീജർ വാല്യൂ പാസ് ചെയ്യാം. ഇൻ്റെ പാഴ്സ് റീഡ് ലൈൻ സിൻടാക്സ് റീഡ് ലൈൻ അല്ല, std in dot read line syntax. std in dot read line syntax. Okay, dot to string. സോ ഞാനൊരു വാല്യൂ പാസ് ചെയ്യണം, അതായത് ഒരു ഏജ്. ഇപ്പോൾ നമുക്കിവിടെ യൂസറിനോട് പറയാം, ഇപ്പോൾ എൻ്റർ യുവർ ഏജ്, യുവർ ഏജ്. ഓക്കെ, സോ ഇവിടെ ഞാനൊരു ഏജ് പാസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഏജിൽ നമുക്കിപ്പോൾ നോക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ ഇപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ 8 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇപ്പം അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം യു ആർ എൻ അഡൾട്ട് എന്ന് പറഞ്ഞു കൊടുക്കാം.
സോ ഈ ഒരു പ്രോഗ്രാമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏജ് 18 അബവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ എൻ അഡൽട്ട്, 18 ലെസ് ആണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇഫ് മാത്രം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇഫ് വെച്ചിട്ട് ഒന്നും എക്സിക്യൂട്ട് ആവില്ല ഇപ്പം നിലവിലത്തെ കണ്ടീഷനിൽ. ഓക്കെ, ഇപ്പം ഞാൻ കൊടുക്കുകയാണ് ഇപ്പം എൻ്റർ യുവർ ഏജ്. ഇപ്പം ഞാനൊരു 18 അല്ലെങ്കിൽ വേണ്ട ഒരു 19 കൊടുക്കാം. ഓക്കെ, ഇപ്പം 19 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മളൊന്നില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് തിരിച്ചിട്ടാൽ മതി. ഓക്കെ, എൻ്റർ യുവർ ഏജ് 19. ഓക്കെ, യു ആർ എൻ അഡൽട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ആയി. അതായത് ഏജ് ഗ്രേറ്ററും അതുപോലെ 18 സ്മോളറും ആവുകയാണെന്നുള്ള കണ്ടീഷനിലാണ് നമുക്ക് എന്ത് എക്സിക്യൂട്ട് ആവുള്ളൂ, ട്രൂ എക്സിക്യൂട്ട് ആവുള്ളൂ. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായി, ഇപ്പം 19 നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, യു ആർ എൻ അഡൽട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ ഇതല്ല, ഇപ്പം 18 താഴെയാന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്യാം പ്രോഗ്രാം. ഇപ്പോൾ ഒരു 10 കൊടുക്കാം. വേണ്ടില്ല, 10 നമ്മൾ ഒന്നും എക്സിക്യൂട്ട് ആയില്ല. അപ്പം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് എന്ത്, എൽസ്. സോ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഇപ്പോൾ നമ്മൾ ഇഫ് യു ആർ എൻ അഡൽട്ട്, അതുപോലെ യു ആർ എൻ മൈനർ, യു ആർ എ മൈനർ. ഓക്കെ, ഷിഫ്റ്റ് F10, എൻ്റർ യുവർ ഏജ്. ഞാനിപ്പോൾ ഒരു 10 വയസ്സ് കൊടുത്തു, വേണ്ട, യു ആർ എ മൈനർ. സോ ഇതിനാണ് ഇഫ് എൽസ് പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഇഫ് എൽസ് പ്രോഗ്രാമിങ്. ഇനി നമുക്ക് ഇതിൽ തന്നെ കവർ ചെയ്യാനുള്ളതാണ് എന്ത്, ഇഫ് എൽസ് ലാഡർ എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലോ മുന്നത്തെ ക്ലാസ്സിലോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നുണ്ട്. അതായത് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ഒരു സിനാരിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രണ്ടും നമുക്ക് ഓക്കെ ആവണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സിക്യൂഷൻ കിട്ടും. അതായത് ഏതിലായിരിക്കും, നമ്മുടെ ഓപ്പറേറ്റേഴ്സിലായിരിക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാമ്പിൾ പ്രോഗ്രാം ഞാൻ ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ വെച്ചാൽ നമുക്ക് ഇതാവും. ഇപ്പം സാമ്പിളായിട്ട് എന്ത് ചെയ്യും, പറഞ്ഞ ചെയ്യാം. നമുക്ക് ഡേയുടെ നമ്പർ കൊടുത്ത്, ഇപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അപ്പം അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്. സോ ഇപ്പോൾ നമുക്കിവിടെ എൻ്റർ യുവർ ഡേ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് ഏജ്ഡ് ആയേക്ക് മാറ്റാം. അപ്പോൾ നമ്മളോട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡേ ഈസ് ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. ഡേ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് മൺഡേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡേ ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയാണ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഇപ്പം നമ്മൾ ഡേ ഈക്വൽ ടു 2 ആണെങ്കിൽ ട്യൂസ്ഡേ. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോവാം. നമുക്ക് 7 ഡേയ്സ് ഉണ്ട്. ഓക്കെ, 1, 2, 3, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, 3, 4, ഇനിയിപ്പോൾ നമുക്ക് കെൽസിൽ നമുക്ക് വേണമെങ്കിൽ ഇത് പ്രിൻ്റ് ആക്കാം. കാരണം ഈ ഒരു ഒറ്റ കണ്ടീഷൻസ് നമ്മൾ മുകളിൽ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സൺഡേന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എത്ര ദിവസമായി, 7 days ആയി. സോ ഇതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം. ഓക്കെ, ഷിഫ്റ്റ് F10. അപ്പോൾ എൻ്റർ യുവർ ഡേ. അപ്പോൾ ഞാൻ ഒരു 5ാമത്തെ ഡേ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 5ാമത്തെ ഡേ ഓടിച്ചു. അപ്പോൾ 5ാമത്തെ ഡേ എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്, കണ്ടാ. സോ ഈ ഒരു ചെയിൻ ലൈക്ക് കോഡിങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എൽസിഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന പോലെ ഈ എൽസിഫ് സ്റ്റേറ്റ്മെന്റ് സംഭവം ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അത് സിമ്പിളാണ്. കാരണം ഇപ്പോൾ ഒരു ഇഫ് കൊടുക്കുക, ഏറ്റവും അവസാനം എൽസ് കൊടുക്കുക. ഇൻ കേസ് ഇതിനേക്കാളും ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എൽസിഫ് കണ്ടീഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ എന്ത് എൽസിഫ്. നമ്മുടെ പ്രോഗ്രാംസ് നേരത്തെ ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ പോയി, നമുക്ക് അതുകൂടി തിരിച്ചെടുക്കാം.
പേജിന്റെ പ്രോഗ്രാം. ഓക്കെ. ആ ഇഫ് എൽസ് എടുക്കട്ടെ അവിടെ. പിന്നുള്ളത് നമ്മൾ ഡയയുടെ പ്രോഗ്രാം ചെയ്തു. ഓക്കെ, അപ്പൊ ഡയയുടെ പ്രോഗ്രാം മതി. ഇപ്പൊ ഇതൊരു പ്രോഗ്രാമാണ്. അപ്പൊ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്തു, 5 പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടി. പക്ഷെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഡിന്റെ എണ്ണം വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് കോഡ് നമ്മൾ കുറേ എഴുതിയിട്ടുണ്ട്. അതായത് ഇഫ് എൽസ് എൽസ് ഇഫ് എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് കുറേ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഈ ബോർഡിലാണ് നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു സിനാരിയോനെ സിംപ്ലിഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വിച്ച് കേസ് വന്നേക്കുന്നത്. അതായത് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ, ഇതിപ്പോൾ ഇഷ്ടം പോലെ എൽസി ഫ്ലാറ്റർ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 3 കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒറ്റ കണ്ടീഷനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എൽസ്, അതിൽ നമുക്ക് അവസാനിപ്പിക്കാം. 2 കണ്ടീഷൻ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇഫ് എൽസ് ഇഫ് പിന്നെ അതുപോലെ എൽസ്. ഇനി 3ലും കൂടുതലാന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ എൽസിഫ് ലാഡർ കണ്ടിന്യൂ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സീനിയേഴ്സ് ഉണ്ടാവും. അവർ നോക്കുമ്പോൾ ഈ എൽസിഫ് ലാഡർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കും, ഇതെന്തുകൊണ്ട് സ്വിച്ച് കേസ് വെച്ച് ചെയ്തുകൂടാന്ന് ചോദിക്കും. സോ അങ്ങനത്തെ ഒരു സിനാരിയോയാണ് നമ്മൾ സ്വിച്ച് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വിച്ച് കേസിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേ പ്രോഗ്രാം ആണെങ്കിൽ സ്വിച്ച് കേസിൽ എഴുതാം. ഓക്കെ, ഇപ്പം എൻ്റർ യുവർ ഡേ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഡേ പാസ് ചെയ്യാം. ഡേ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കേസ് 1. ഇപ്പോൾ കേസ് 1 ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പ്രിന്റ് മൺഡേ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കേസ് നമുക്ക് ബ്രേക്ക് എഴുതാം. വേണ്ട, അപ്പോൾ നമുക്ക് കേസ് 3, കേസ് 4, കേസ് 5, കേസ് 6 ഡിഫാൾട്ട് സൺഡേ. അപ്പോൾ നമ്മൾ മുൻപ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൽസിഫ് ലാഡർ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന കാരണമാണ് നമുക്ക് ഓപ്ഷൻസ് വന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു കോഡും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് കണ്ട. ഓക്കെ, ഇനി ഇതിലും നമുക്ക് എക്സെപ്ഷനിൽ നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കൊരു സ്വിച്ച് കേസ് വെച്ച് ചെയ്യണതിന്. ഇനി നമുക്കുള്ളത് അഡ്വാൻസ് ലെവലാണ്. അത് സ്വിച്ച് കേസ് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തും പാസ് ചെയ്യാം. ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് ഇൻറ്റീജർ വാല്യൂ ആണ്. ഇപ്പോൾ ഇൻറ്റീജർ വാല്യൂ പാസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ് വാല്യൂ നമുക്ക് പാസ് ചെയ്യണമെങ്കിൽ പാസ് ചെയ്യാം. സോ അതിൽ നമുക്ക് ഇവിടെ കേസ് വേണമെങ്കിൽ നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത് പ്രിന്റ് ചെയ്യിക്കാം എന്നുള്ള രീതിക്ക്. ഓക്കെ, സോ ഇതാണ്. പിന്നെ ഇതിൽ എൽസിഫിലും സ്വിച്ച് കേസിലും വരുന്ന വേറൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നമുക്ക് നോക്കി കാണാം. ഇവിടെ നമ്മൾ കണ്ടീഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇവിടെ കണ്ടില്ലേ, ഈ ഡേ ഇന്ന കേസ് ആണെന്ന് വെച്ചാൽ, അതായത് ഈ ഡേനെ ആയിരിക്കും ഈക്വൽ ടു വെച്ച് നോക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, സ്വിച്ച് കേസ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഡയറക്റ്റ് കമ്പാരിസണാണ് നോക്കുന്നത്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇതായിന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സെയിം ഔട്ട്പുട്ട് തന്നെ. ഇപ്പോൾ നമുക്കൊരു ഒന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് മൺഡേ തൊട്ട്, അതായത് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതായത് കേസും ഡേയും ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിംഗ് എക്സിക്യൂട്ട്, ഈ ലൈൻ ഓഫ് പ്രോഗ്രാമിംഗ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം അതിനനുസരിച്ച് ബ്രേക്ക് ആവും. എന്നാൽ ഒരു കാര്യം കൂടി ചെയ്യാം, ഇതും കൂടി കാണിച്ചു തരാം. അതെങ്ങനെയാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നതെന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം പിന്നെ ഇതിലൊരു ഡൗട്ട് നമുക്ക് വരില്ല. ഓക്കെ, ഇനി നോക്കിയോളൂ. അപ്പോൾ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എൻ്റർ യുവർ ഡേ. ഇപ്പം ഞാനിപ്പോൾ ഒരു ഏതാ പ്രോഗ്രാം, റാഡിക്സ്. ഓക്കെ, നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം 2 മണി കാണാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ ആകുമ്പോൾ ഏകദേശം കാണാൻ പറ്റും. സ്റ്റാർട്ടിങ് വേണ്ട, നമുക്ക് 4 ചെയ്യാം. ഇപ്പം എൻ്റർ യുവർ ഡേ. അപ്പോൾ 4 കൊടുത്തു. ഇപ്പം ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ 4 നമ്മൾ സെർച്ച് ചെയ്തു. ഇപ്പോൾ 4ാമത്തെ ലൈൻ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയോളോ. ഇപ്പോൾ
ഇവിടെ എന്താണ് ഇഷ്യൂ എന്ന് പറയുന്നത്? ഹാൻഡിൽ എക്സെപ്ഷൻ ഇൻവാലിഡ് നമ്പർ. ഈ പ്രോഗ്രാം ഇല്ല റൺ ചെയ്യാൻ. എൻ്റെ അറിവത്തെ 8 ഓക്കെ ശരി. സോ നാലാമതൊരു ഡേ ആണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് റൺ ചെയ്യുന്നതാണ്. അത് കമ്പ്യൂട്ടർ ചാടുന്നത് നോക്കിയാൽ മതി. അപ്പോൾ ഒരു നീല ലൈൻ കണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ലൈൻ ഓഫ് കോഡിലേക്ക് പോവാണ്. ദേ അപ്പോൾ ഒന്നാമത്തെ ലൈൻ നോക്കി ഇത് 1 അല്ല, അപ്പോൾ രണ്ടാമത്തെ കേസിലോട്ട് ചാടി. ഓക്കെ, അപ്പോൾ 2 ചെക്ക് ചെയ്തു, അപ്പോൾ രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ ഇതേ കണ്ടില്ലേ, മൂന്നാമത്തെ കേസിലേക്ക് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ചാടി. ഇനി നോക്കുമ്പോൾ 3ഉം ഈക്വൽ അല്ല. അത് കഴിഞ്ഞ് നാലാമത്തെ കേസിലേക്ക് നോക്കി. നാലാമത്തെ കേസിൽ നോക്കുമ്പോൾ കണ്ടില്ലേ ഈക്വലാണ്. നമ്മൾ കൊടുത്ത വാല്യൂ അതിൽ കിടക്കുന്ന വാല്യൂ ഈക്വലാണ്. അപ്പോൾ എന്തായി, ഇതിൻ്റെ ബോഡി പ്രിൻറ്റ് ചെയ്യിച്ചു ട്യൂസ്ഡേ. അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്യണ പ്രൊസീജിയറാണ് ഇത്. ഇനിയിപ്പോൾ അത് എക്സിറ്റ് ആവും. കണ്ടില്ലേ, പ്രോഗ്രാം എക്സിറ്റ് ആയി പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്വിച്ച് കേസ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്വിച്ച് കേസിൽ നമുക്ക് മാറ്റി കൊടുത്ത് നോക്കി നോക്കാം. അഡ്വാൻസ് ലെവലിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ഒന്നില്ലെങ്കിൽ പ്രോഗ്രാമിങ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. നമുക്കിതിപ്പോൾ ഇൻറ്റീജർ വാല്യൂ അല്ലേ, നമുക്കൊരു സ്ട്രിങ് വാല്യൂ പാസ് ചെയ്യുന്ന ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കി നോക്കാം. നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് എത്തി. ഇപ്പൊ ഞാൻ ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പോവാം. ഇപ്പൊ നമുക്ക് കളയാം, ഇവിടെ കൊടുക്കാം, മുകളിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റർ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത A+B എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നമുക്ക് 2 വാല്യൂ കൊടുക്കാം. അതായത് ഇൻറ്റ് വേണ്ട, ഞാൻ പറയാം സ്ട്രിങ് വാല്യൂ കൊടുക്കാം. സ്ട്രിങ് x is equal to stdin dot read line syntax. ഓക്കെ, ഇതിലിപ്പോൾ നമ്മുടെ ഇഷ്യൂ എന്താണ്? ടൈപ്പ് അനോട്ടേഷൻ. ഓക്കെ, നൾ സേഫ്റ്റിയുടെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അതായത് പെക്സ് എന്നുള്ള വാല്യൂ ഞാൻ ഈ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടെർമിനലിൽ ഞാനിവിടെ വാല്യൂ പാസ് ചെയ്യണമെന്ന് നിങ്ങൾ കാണുന്നുണ്ട്. സോ ഇങ്ങനെ പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ടെർമിനലിൽ അടിച്ചു കൊടുക്കുന്ന വാല്യൂസ് ഈ എക്സിൽ ഫീഡാവും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റീഡ് ലൈൻ സിന്റാക്സ് എന്ന് എഴുതിയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അടുത്തത് ഇവിടെ കുറച്ച് ലൈനുള്ളൂ, ഇവിടെ കുറേ ഉണ്ടല്ലോ എന്നുള്ളത്. അതായത് നമുക്കിവിടെ ഇതിപ്പോൾ ഒരു സ്ട്രിങ് വാല്യൂ ആണ്. അപ്പം നേരെ മറിച്ച് ഇത് ഇൻഡാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ അറടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിങ് ആയിട്ടുള്ളൊരു വാല്യൂ ഇൻറ്റീജറായിട്ട് നമുക്ക് മാറ്റണം. അപ്പം അങ്ങനത്തെ ഒരു സിനാരിയോയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇൻറ്റ് ഡോട്ട് പാഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തത്. ഇൻറ്റ് ഡോട്ട് പാഴ്സ് കൊടുത്തത് അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഇൻറ്റ് ഡോട്ട് പാഴ്സിൽ നമുക്ക് എപ്പോഴും ഒന്നുമില്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഡോട്ട് ടു സ്ട്രിങ് അങ്ങനെ കൊടുക്കാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഞാനിവിടെ ചെയ്തേക്കണ പോലെ നമുക്ക് ഡബിൾ കോഡ്സിൽ, അതായത് ഞാൻ പറഞ്ഞ പോലെ നൾ സേഫ്റ്റി ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. സോ ഇങ്ങനെയാണ് നമുക്ക് ആ സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിൽക്കാം. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വാല്യൂസാണ്. അല്ലെങ്കിൽ വേണ്ട, പ്രിന്റ് ചെയ്യാം. പ്രിന്റ് വന്നു. എൻ്റർ യുവർ സിമ്പിൾ. സിമ്പിൾ തന്നെ കൊടുക്കുന്നു. സിമ്പിൾ. ഓക്കെ, ഇവിടെ സിമ്പിൾ നമുക്ക് കൊടുത്തു നോക്കാം. നമുക്കുള്ളത് അഡീഷൻ, മൈനസ്, ഡിവിഷൻ, പിന്നെയുള്ളത് സബ്സ്ട്രാക്ഷൻ കഴിഞ്ഞു. ഈ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എവിടെ? മൾട്ടിപ്ലിക്കേഷൻ. സോ എൻ്റർ യുവർ സൈൻ എന്ന് പറഞ്ഞാൽ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാല്യൂ നമുക്ക് പാസ് ചെയ്യണം. ഇപ്പോൾ ഇൻറ്റ് is equal to ഇൻറ്റ് ഡോട്ട് പാഴ്സ്, നേരത്തെ ഞാൻ ചെയ്തേക്കണ പോലെ തന്നെ stdin ഡോട്ട് റീഡ് ലൈൻ സിന്റാക്സ് ഡോട്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമുക്ക് ഒന്നിനെയും ഡോട്ട് ടു സ്ട്രിങ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നൾ സേഫ്റ്റി കൊടുത്തിട്ട് ഒരു വാല്യൂ പാസ് ചെയ്യിക്കാം. ഇങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ,
ഇത് രണ്ടും രണ്ടാണ്. ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. മറ്റേ ഈ 2 സ്ട്രിങ് പറഞ്ഞിട്ട് ചെയ്യണ അത്രയ്ക്ക് നല്ലൊരു പരിപാടിയില്ല. സോ എറർ അടിക്കില്ല, എന്നാലും ഇൻ കേസ് അവിടെ നമ്മൾ വാല്യൂ ഒന്നും ഇല്ലാണ്ട് പാസ് ചെയ്തതിന് എറർ അടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇവിടെ ഞാനിപ്പോൾ ഒരു ഡബിൾ കോഡ്സിനുള്ള ഇപ്പോൾ 0 പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ 0 വാല്യൂ ഫീഡ് ആയിക്കണം. അപ്പോൾ എറർ വരില്ല. ഓക്കെ, അപ്പോൾ ഇൻഡ് എ ഇപ്പം ഇൻഡ് ബി, അതിനാൽ സെപ്റ്റ് പഠിക്കുമ്പോൾ അത് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇവിടെ ഞാൻ പാസ് ചെയ്യാൻ പോകും. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്യാം. സ്വിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കേസ് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ എക്സ് ആണുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ സ്ട്രിങ് വാല്യൂ പാസ് ചെയ്യണം പ്ലസ്. കേസ് കൊടുത്തില്ല, കേസ് പ്ലസ് ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? എ പ്ലസ് ബി കൊടുക്കാം. ഇതുപോലെ ഓരോ കേസ് നമുക്ക് കൊടുക്കാം. കേസ് മൈനസ് ആണെങ്കിൽ നമുക്ക് മൈനസ് ബി, മൈനസ് ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ, ഇത് സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ. ഇനിയിപ്പോൾ നമുക്കൊരു ഡിഫാൾട്ട് കൊടുക്കണം. ഡിഫാൾട്ട് ആണെങ്കിൽ പ്രിന്റ് ഇൻ വാല്യൂ. ഇപ്പം ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതിൽ നമുക്കൊരു ഇഷ്യൂ ഉള്ളത്, നമ്മൾ ഒരു വാല്യൂ കൂടി ഫീഡ് ചെയ്യാൻ എന്തെങ്കിലും വാല്യൂ വേണ്ട. ഇപ്പോൾ ഇൻഡ് ആൻസറിനെ എന്ന് വെച്ച് കൊടുക്കാം, ഉണ്ട്. ഇപ്പോൾ നമ്മൾ വൈ കൊടുക്കാം. വൈ സീക്വൽ ടു ഇനീഷ്യൽ വാല്യൂ ഒരു 0 ആയിട്ട് കൊടുക്കാം. ഓക്കെ, അല്ല നമുക്കിവിടെ വൈ പാസ് ചെയ്യാം. വൈ ഈക്വൽ ടു ഒരു എറർ വന്നിട്ടുണ്ട്. ആ എറർ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. സോ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഡിവിഷനാണ് വരുന്നത്. അപ്പോൾ ഡിവിഷൻ വരുമ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റീജർ വാല്യൂ ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഡെസിമൽസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റിനെ മാറ്റിയിട്ട് നമ്മക്കാം. അപ്പോൾ ആ ഒരു ഇഷ്യൂ നമുക്ക് മാറി കിട്ടും. സോ ഇതാണ് നമ്മുടെ സ്വിച്ച് കേസ്. ഇതൊരു ബിഗിനർ ലെവൽ സ്വിച്ച് കേസ് എന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഒരു ബിഗിനർ ലെവലിലുള്ള നമ്മൾ ചെയ്യുന്നൊരു സ്വിച്ച് കേസ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രിന്റ് ചെയ്യാം. വൈൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. പ്രിന്റ് വൈ. ഇപ്പം ഞാനിത് ലോഡ് ചെയ്യിക്കാൻ പോവാം. ഇപ്പം എൻ്റർ യുവർ സിമ്പിൾസ്. ഇപ്പോൾ ഞാൻ എന്ത് വാല്യൂ വേഡ് ചെയ്യാം, ഒരു അഡീഷൻ നടത്താം. പ്ലസ് ഇപ്പോൾ നമ്മൾ വാല്യൂ പാസ് ചെയ്യണം. വാല്യൂ ഞാൻ അവിടെ കൊടുത്തിട്ടിട്ടില്ല. അപ്പോൾ പ്രിന്റ് എൻ്റർ യുവർ വാല്യൂ ഫസ്റ്റ് ആണെങ്കിൽ വേണം. നമുക്ക് അത് ചെയ്യാം. ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. Enter your value. ഇതുപോലെ തന്നെ നമുക്ക് enter your value b. ഓക്കെ, ബി. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നമ്മൾ സിമ്പിൾസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അഡീഷൻ കൊടുത്തു. ഇനിയിപ്പോൾ എൻ്റർ യുവർ വാല്യൂ എ, അപ്പോൾ 10 കൊടുത്തു. എൻ്റർ യുവർ വാല്യൂ ബി, അപ്പോൾ 20 കൊടുത്തു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 30 കിട്ടും. വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ആൻസർ ഈസ് ഈക്വൽ ടു സം, അല്ലെങ്കിൽ വേണ്ട, യുവർ എൻഎസ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ ഒരു വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അതാണ് നമുക്ക് 30. ഓക്കെ, നമുക്ക് ഒരു റൺ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്കൊരു മൈനസ് ചെയ്യാം. മൈനസ് എൻ്റെ ഒരു വാല്യൂ ബി 10, എൻ്റെ വാല്യൂ എ ബി കൊടുത്തു. അപ്പോൾ നമുക്ക് യുവർ ആൻസർ ഈസ് 9. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതൊരു കംപ്ലീറ്റ്ലി ബിഗിനർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാനിപ്പോൾ ഇതൊരു 1 സ്റ്റെപ്പ് ഫർദറിലേക്ക് ഞാൻ വയ്ക്കാൻ പോവാം. സോ ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോവാം. ഫംഗ്ഷൻ നമുക്ക് ഇതൊക്കെ കഴിയുമ്പോൾ അറിയാം. നമുക്ക് ഇനിയിപ്പോൾ നിലവിൽ ലൂപ്സും കൂടി ഉണ്ട്. ലൂപ്സും കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി തരാം. അപ്പോൾ കാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രോഗ്രാം കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളിവിടെ ഈ ഫംഗ്ഷൻ നമ്മൾ വിളിച്ചു എന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഞാനിവിടെ ഫംഗ്ഷൻ നമുക്ക് ഒരു റിട്ടേൺ ടൈപ്പ് ഒരു ഇൻഡ് പാസ് ചെയ്യും. അപ്പോൾ ഇൻഡ് കാൽ ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ കൊടുക്കുമ്പോൾ നമുക്കറിയാം നമ്മളിവിടെ റിട്ടേൺ പാസ് ചെയ്യാം. ഇവിടെ എന്തെങ്കിലും റിട്ടേൺ വേണം. റിട്ടേൺ
പാസ് ചെയ്തു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും പാസ് ചെയ്യുക. ഇവിടെയും പാസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ പാസ് ചെയ്ത് ഇവിടെ ഇൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മാക്കാം. ഇനി നമുക്കൊരു ഇഷ്യൂ വരും, അതോടെ റിട്ടേൺ ഒന്നും പാസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഒരു 0 പാസ് ചെയ്യാം. അപ്പോൾ ആറ് പോയി കിട്ടും. പോയോ? പോയി. ഇപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഈ കാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷനെ നമ്മുടെ വോയിഡ് മെയിനിൽ വിളിച്ചാൽ മതി. അപ്പം അങ്ങനെ വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു വാല്യൂ, ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ വാല്യൂ കാല് കൊടുക്കാം. ഇപ്പം ഈ കാല് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കി നോക്കാം, പ്രിന്റ് എക്സ്. അപ്പം ഇങ്ങനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നേരത്തെ സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും. ഇപ്പോൾ പ്ലസ് എൻ്റർ വാല്യൂ 10, ബി 20, ആൻസർ ഇസ് ഈക്വൽ ടു 30. ഇപ്പം ഈ ആൻസറിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് വർക്ക് ചെയ്യില്ല, കാരണം നമ്മളിവിടെ റിട്ടേൺ കഴിഞ്ഞാൽ പിന്നൊന്നും നമുക്ക് ബോഡി നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞാലും വർക്ക് ചെയ്യില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഈ പ്രിന്റ് നമുക്ക് എടുക്കാം, എന്നിട്ട് ഇതെടുത്ത് കളയാം. പിന്നെ നമുക്കിതിൽ റിമൂവ് ചെയ്യാനുള്ളത് ബി ആണ്. ബി ഇവിടെ യൂസ് ചെയ്യുന്നില്ല, കാരണം ഫംഗ്ഷൻ ഇറ്റ് സെൽഫാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഈക്വൽ ടു മുകളിൽ വിട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, നമുക്ക് നിലവിൽ വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്റർപോളേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസ് കൊടുത്തിട്ട് എക്സ് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു അഡീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അഡീഷൻ വാല്യൂ 10, വാല്യൂ 20, ആൻസർ ഈസ് 30 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. സോ ഇതാണ് ഒരു മെത്തേഡ്. ഇപ്പോഴും നമ്മൾ എന്താണ്, ഒരു ബിഗിനർ ലെവലിലാണ് ആണ്. ഇതിന് ഞാനൊരു 1 സ്റ്റെപ്പ് കൂടി ഫർദറിലേക്ക് ആക്കാൻ പോവാം. അതായത് ഞാനിവിടെ ഈ റിട്ടേൺ ചെയ്തതും ഈ കേസും റിട്ടേൺ ഞാൻ ഒഴിവാക്കാൻ പോവാം. ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഞാനിവിടെ ഫാറ്റ് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോവാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഫംഗ്ഷൻ എന്താണ്, ഫാറ്റ് ആരോ ഫംഗ്ഷൻ എന്താണ്, ഈ നൾ സേഫ്റ്റി എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് സ്വിച്ച് കേസ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് അറിഞ്ഞ് മാത്രം വെച്ചാൽ മതി. ഇത് ജസ്റ്റ് ടെൻഷൻ അടിക്കാൻ പാകത്തിലൊന്നുമില്ല, ജസ്റ്റ് ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടിരുന്നാൽ മതി. ഇതൊക്കെ എല്ലാവർക്കും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവർക്കും പുകയായിരിക്കും. ഇത് നമ്മൾ ചെയ്യും തോറാണ് നമുക്ക് എക്സ്പീരിയൻസ് കൂടി വരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്, ഇങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യാം എന്നുള്ളത് ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങളിലേക്ക് ഉണ്ടാക്കി വെക്കുക. പിന്നെ ഈ ചെയ്ത പ്രോഗ്രാംസ് നിങ്ങൾ ആവർത്തി ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന, അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സ്വിച്ച് കേസ് ബേസ്ഡ് ആണെങ്കിൽ സ്വിച്ച് കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുക്കുക, എന്നിട്ട് അത് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ എങ്ങനെ ഈ പ്ലേ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിടാം, ഓരോന്നോരോന്ന് വിശകലനം ചെയ്തിട്ട്. സോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇപ്പം ഞാനിങ്ങനെ അഡ്വാൻസ്ഡ് ചെയ്യാൻ കണ്ടിട്ട് എനിക്കിതുപോലെ ചെയ്യാൻ പറ്റണല്ലോ എന്ന് വിചാരിച്ച് പ്രോഗ്രാം ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോകരുത്. ഓക്കെ, സോ ഞാനിതിന് 1 സ്റ്റെപ്പ് കൂടി ഫർദറിലേക്ക് പോവാണ്. ഞാനിപ്പോൾ ഇത് ഈ സ്വിച്ച് കേസ് ഇവിടെ എടുക്കടാ. ഞാനിപ്പോൾ എൻറ്റയർലി റിട്ടേൺ ചെയ്യാം, റിട്ടേൺ ചെയ്യാം, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, റിട്ടേൺ സ്വിച്ച് വാല്യൂ പാസ് ചെയ്യാം എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഞാനിവിടെ ഇങ്ങനെ ഡയറക്റ്റ് പാസ് ചെയ്യാൻ പോവാം. അപ്പോൾ പ്ലസ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഫാറ്റ് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ a+b കൊടുക്കാൻ പോവാം, a+b. ഓക്കെ, ഇവിടെ ആരോ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്, 1 2 3. ഇപ്പം ഞാൻ മൈനസ് ആക്കി, മൈനസ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ അതുപോലെ തന്നെ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു ഡിഫാൾട്ട് വരുന്നുണ്ട്. ഡിഫാൾട്ട് വരുമ്പോൾ, ഡിഫാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതിലൊന്നും പെടാത്തത് വരാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പ്രിന്റ് ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, പക്ഷെ നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുക്കുന്ന പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ത്രോ എക്സെപ്ഷൻ ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇവിടെ ഇഷ്യൂ ഉണ്ടല്ലോ, അതിവിടെ ഡബിൾ കോഡ്സ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഹൈലി അഡ്വാൻസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നോക്കിയേ, ആദ്യം നമ്മൾ എൽസിഫ് കണ്ടീഷനിൽ നമുക്കിപ്പോൾ ഇവിടെ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിത് കേസാക്കി. ഇനിയിപ്പോൾ അത് തന്നെ നമ്മൾ ഇപ്പോൾ സിംഗിൾ ലൈൻ ഔട്ട്പുട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ ഫാറ്റ് ആരോ ഫംഗ്ഷൻ വെച്ചിട്ട് ഇത് ചെയ്തത്.
നേരെ മറിച്ചിപ്പോൾ ഒന്നിൽ കൂടുതൽ ലൈൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഈ അടിയിലിട്ട മെത്തേഡ് നമുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് നോക്കിയൊക്കെ എത്രത്തോളം സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു കോഡാണെന്ന്. സോ ഈ രീതിക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പ്രോഗ്രാം കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, യുവർ വാല്യൂ പ്ലസ് വാല്യൂ എ 10, വാല്യൂ ബി 20, ആൻസർ ഇസ് ഈക്വൽ ടു 30. സോ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇഫ് പഠിച്ചു, ഇഫ് എൽസ് പഠിച്ചു, ഇഫ് എൽസ് ലാഡർ പഠിച്ചു, സ്വിച്ച് കേസ് പഠിച്ചു. സ്വിച്ച് കേസിന് തന്നെ അഡ്വാൻസ് ചെയ്തു. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൂപ്സ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.